ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് കൊണ്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ പോയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ ഉപ്പാണ്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളൻ്റെ ഹാഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പച്ചരിപ്പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഞാൻ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഷേപ്പാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം കൊണ്ട് നനവാക്കിയിട്ട് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഞാനാദ്യം ഒരു ബോൾസാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രത്തിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് കളർ മാറുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് കൊണ്ടുള്ളൊരു ഈസി സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.